വളരെ വിഷമകരമായൊരു കാര്യമായിരുന്നു ഇത്. ഒരാൾ ഉറങ്ങിപ്പോയതാണ്. അപ്പുറത്തെ ഡിവൈഡറും താണ്ടി ഇപ്പുറത്ത് വന്ന് ഇടിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് എവരി വൺ, ഞാൻ നിങ്ങളുടെ നന്ദുവാണ്. അങ്ങനെ നമുക്ക് ദിവസങ്ങൾക്ക് ശേഷം ട്രിപ്പ് കിട്ടിയിരിക്കുകയാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലാണ്. അത് നമുക്ക് ജയ്പൂരിൽ നിന്ന് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലേക്കാണ് നമുക്ക് ട്രിപ്പ് കിട്ടിയിരിക്കുന്നത്. 96,000 രൂപയാണ് വാടക വീണേക്കുന്നത്. 96,000 രൂപ അത് കൂടുതൽ വീഴുമെന്നൊക്കെ മുതലാളി പറഞ്ഞായിരുന്നു. എന്നാലും 96,000 രൂപയ്ക്ക് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ ലോഡ് കയറ്റുന്ന പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഫാക്ടറിയുടെ ഫ്രണ്ടിൽ തന്നെയാണ്. ഇവിടെ നിന്നും കുറച്ച് കയറ്റണം, തൊട്ടപ്പുറത്തും ഉണ്ട്. അവിടെ നിന്നും കുറച്ച് കയറ്റണം എന്നാണ് പറഞ്ഞത്. അതായത് 2 വശം, ഈ ഫാക്ടറിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 സൈഡിൽ നിന്നാണ് കയറ്റേണ്ടത്. ഒന്ന് ഈ സൈഡുമാണ്. അങ്ങനെ അവർ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ആയി ഇവിടെ ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ, കുറച്ചിനെ ആവുന്നുണ്ട്. അങ്ങനെ ലോഡ് കയറ്റാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. 240 പാട്ടയാണ് കയറ്റാനുള്ളത്. ഏകദേശം ഒരു 10 ടൺ അടുപ്പിച്ച് വരും. ഒരു പാട്ട ഏകദേശം ഒരു 15-16 കിലോളം കാണും. ഞാൻ ഇപ്പോൾ അകത്തോട്ട് കയറി നോക്കിയപ്പോൾ മനസ്സിലായി ഇതൊരു സീഡാണെന്ന് തോന്നുന്നു. എനിക്ക് സൂര്യകാന്തിയുടെ സീഡാണെന്ന് തോന്നുന്നു. സൂര്യകാന്തിയുടെ സീഡിൻ്റെ കൂടെ ഒരു കറുത്ത ദ്രാവകം കൂടി ചേർത്തിട്ടാണ് ഇവർ ഇതിനകത്തോട്ട് തട്ടുന്നത്. പിന്നെ ഇതിൻ്റെ വേസ്റ്റായിട്ട് ഒന്നും തന്നെ പോകത്തില്ല. നമുക്കിതിൻ്റെ അവസാനം വരുന്നതെല്ലാം കൂടി ഇവർ ഈ സൈഡിലോട്ട് കൊണ്ട് തട്ടിട്ട് ഇവിടുന്ന് ഇതെല്ലാം കൂടി വാരി അപ്പുറത്ത് മെഷീനുണ്ട്, അവിടെ കൊണ്ടിട്ടിട്ട് അവിടെ പിണ്ണാക്ക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കും അവരത് ഇതെല്ലാം കൂടി. അപ്പോഴത്തേക്ക് വണ്ടിയുടെ ലോഡെല്ലാം കയറി കഴിഞ്ഞു. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞു. ഞങ്ങൾ കയറെല്ലാം കെട്ടി അവിടുന്ന് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. അങ്ങനെ പോകുമ്പം കാണാം ഒരാൾക്ക് സുഖമില്ലേ എനിക്ക് വയ്യേ, നിലവിളി, ബഹളം, വയറുവേദന എടുക്കുന്നേ. അങ്ങനെ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നു. തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട്, ദേശി. ആ ദേശി മേടിച്ചടിച്ച് വയ്യാതായി കിടക്കുകയാണ്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 50 രൂപയുടെ ദേശിക്ക് ഏതാണ്ട് ഒരു 2,200 രൂപ ഹോസ്പിറ്റലിൽ ചിലവായി. രാത്രി 1:30 ഇവിടുത്തെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 5 മണിയായി രാവിലെ. അരുണന് സീരിയസ് ആയിട്ടൊരു കുഴപ്പമില്ല, ഇപ്പം ഓക്കെയാണ് ആൾ. അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. ഇനി ഞങ്ങൾ ഏകദേശം 2,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടാൻ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു പമ്പിൻ്റെ സൈഡിലോട്ട് ഒതുക്കി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഒരു തുരങ്കം എത്തിയിരിക്കുകയാണ്. തുരങ്കത്തിനകത്തോടി കയറി ഇനി അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഉള്ള കാഴ്ച കാണാൻ പറ്റും. ഇത് കയറിയപ്പോഴത്തേക്ക് ഫുള്ള് ഇരുട്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് കാണുന്നുണ്ട്, പക്ഷേ ഇത് ക്യാമറയുടെ എന്തോ പ്രശ്നമാണ്. അങ്ങനെ വന്നത് ലൈറ്റിങ്ങിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇവിടെ. ഇപ്പം വണ്ടി ഓടിക്കുന്നത് കൃഷ്ണകുമാർ ചേട്ടനാണ്. കൃഷ്ണകുമാർ ചേട്ടൻ വണ്ടി ഓടിക്കുന്നുണ്ട്. പിന്നെ അരുണനും ബാഗിൽ കിടന്ന് ഉറങ്ങുവാണ്, റെസ്റ്റ് എടുക്കുവാണ്. ഏകദേശം ഇനി ഒരു 1,600 കിലോമീറ്ററോളം പോകേണ്ടതുണ്ട്. ഞങ്ങളുടെ മോനാളി ഓംപ്ലേറ്റിനകത്ത് കുറച്ച് പെപ്പർ, ഇത് അവിടെ വെച്ച് നടന്നൊരു രസകരമായ സംഭവമായിരുന്നു. അതായത് മുതലാളി ഓംപ്ലേറ്റിനകത്ത് ഇടാനായിട്ട് കുറച്ച് പെപ്പർ ചോദിച്ചു. പെപ്പർ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി വന്നിട്ട് 4 കഷ്ണം പേപ്പർ കൊണ്ടുതന്ന അതൊരു സംഭവമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചു. നമ്മുടെ വണ്ടി ഇപ്പം 20,970 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. അതായത് 4 മാസം കൊണ്ട് അത്രേ ഓടിയിട്ടുള്ളൂ. അങ്ങനെ ഈ കാണുന്ന ടോൾ പ്ലാസയുടെ ഫ്രണ്ടിലെത്തി. യദേശി ടോൾ പ്ലാസ അങ്ങനെയാണ്. ഈ നിൽക്കുന്ന 3 സാറുമാരും നല്ല പിരിവാണ്. അതിപ്പം ഒരാൾ പൈസ മേടിച്ചിട്ട് പോക്കറ്റ് വെക്കുന്നത് കാണാൻ നിങ്ങൾക്ക് തന്നെ. വീട്ടിലേക്ക് അരി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ പിരിക്കാൻ നിൽക്കുന്നത്. നമ്മളെ തന്നെ നോക്കി നിൽക്കുന്ന കാര്യം വേറൊന്നുമല്ല. നമ്മൾ അവരുടെ മുമ്പിൽ വെച്ചാണ് വണ്ടി സൈഡാക്കി നമ്മൾ വരുന്നില്ലയോ എന്ന് നോക്കി നിൽക്കുമായിരിക്കും. പിന്നെ എല്ലാ വണ്ടികളുടെയും നമ്പർ പ്ലേറ്റ് നോക്കിയിട്ടാണ് ഇവിടെ പിരിവുള്ളത്. അങ്ങനെ 100 രൂപ സംഭാവനയും കൊടുത്തു ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കർണാടകയിൽ വെച്ചിട്ട് നല്ല ബ്ലോക്ക് കാരണം ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഒരു ട്രെയിലർ ഇപ്പുറത്തെ ട്രക്കിലോട്ട് വന്ന് ഇടിക്കുകയായിരുന്നു. ഒരാൾ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് മറ്റേ ആളും പോയത്. വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ദയവ് ചെയ്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉറക്കം വന്നു കഴിഞ്ഞാൽ സൈഡാക്കുക, ഉറങ്ങുക, അതാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ബ്ലോക്കൊക്കെ മാറി അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.